ഇന്നേവരെ സ്നേഹത്തോടുകൂടി ആരും തലോടാത്ത, സ്നേഹത്തോടുകൂടി ആരും ചേർത്ത് പിടിക്കാത്ത മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മാറോട് ചേർത്ത് പിടിച്ചപ്പോൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അറിയാതെ കരഞ്ഞു പോവുകയാണ്. തന്റെ അതിരങ്ങളിൽ നിന്നും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന ആ വലിയ മഹനീയ നാമം അറിയാതെ തന്റെ നാവിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അത്തരത്തിലുള്ള വലിയ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അടിമയെന്നോ ഇല്ലാതെ, കറുത്തവനെന്നോ വെളുത്തവനോ എന്നില്ലാതെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉമ്മത്തിനെ, അവിടുന്ന് സഹാബത്തിനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചു. അവർക്കൊരുപോലെ അവരോട് പെരുമാറി, അവർക്കൊരുപോലെ ക്ലാസ് എടുത്തു കൊടുത്തു, ഒരുപോലെ ഉപദേശം നൽകി കൊടുത്തു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പുന്നാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനത്തിന്റെ സന്തോഷത്തിന്റെ വേളയിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജനനം എന്നുള്ളത്, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സന്ദർഭം എന്നുള്ളത് അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും മണ്ണും മലകളും അതുപോലെ ജില്ലകളും സസ്യങ്ങളും എല്ലാം ഒരുപോലെ സന്തോഷിച്ച, ഒരുപോലെ പുളകുകൊണ്ട സമയമായിരുന്നു. ലോകത്തുള്ള മുഴുവൻ അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും ഒരുപോലെ ഒന്നടങ്കം സന്തോഷിച്ചു പോന്നു. കാരണം നമുക്കറിയാം, ഒരു കൂരിട്ട് നിറഞ്ഞ ഒരു വലിയ വനത്തിൽ ഒറ്റക്കൊരു മരം പ്രകാശമായി കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ ആ കാട് മുഴുവൻ ആ മരം വലിയ പ്രകാശം ചൊരിക്കുന്നത് പോലെ ഈ ലോകത്തിന്റെ മുഴുവൻ പ്രകാശമായിട്ടാണ് ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ നമുക്ക് പരിശുദ്ധമായ ഖുർആനിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ എല്ലാവർക്കും ലോകമാകമാനം അനുഗ്രഹമായിട്ടാണ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ